നമസ്തേ. അമ്മേ നാരായണ. ഇന്ന് പ്രത്യങ്കരാദേവിയെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് ഈ പ്രത്യങ്കരാദേവി? നമ്മൾ കേട്ടിട്ടുണ്ട്, ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുന്ന പ്രഹ്ലാദന്റെ ഹിരണ്യകശിപുവിന്റെ ഒക്കെ കഥ നമുക്കറിയാം. അതിനു വേണ്ടിയിട്ട്, അതായത് ഒരു ഭക്തന്റെ ആവശ്യം, ആ ഒരു ഭക്തനെ പരീക്ഷിക്കുന്നത് ഒരു ബാലൻ ആ ഭക്തന്റെ ആവശ്യപ്രകാരം ഭഗവാൻ പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഭക്തന്റെ പ്രാർത്ഥന കേട്ടിട്ട് മഹാവിഷ്ണു നരസിംഹമായി അവതരിച്ച കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ നരസിംഹമായി അവതരിച്ച് ഹിരണ്യകശിപുവിനെ ഇങ്ങനെ പിളർന്ന് ഇങ്ങനെ കൊല്ലുകയും ഇങ്ങനെ കുടൽമാല കഴുത്തിൽ ധരിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഉഗ്രരൂപിയായ നരസിംഹത്തിന്റെ കഥ എല്ലാവർക്കും അറിയാം. പക്ഷേ മഹാവിഷ്ണു ആ ഉഗ്ര നരസിംഹമായി മാറിക്കഴിഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിനെ ഇങ്ങനെ അടിച്ച് കീറി, എവിടെയാ നിന്റെ നാരായണൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ഭയങ്കര ഉഗ്രമായിട്ട് തൂണ് പിളർന്നു വന്ന അതിശക്തമായ ആ രൂപം ഹിരണ്യകശിപുവിനെ തുടയിൽ വെച്ച് ഇങ്ങനെ കീറിയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ നരസിംഹത്തിൻ്റെ കലി അടങ്ങിയില്ല. അടങ്ങാത്ത കലി അടങ്ങാതെ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ തുള്ളുന്ന ആ ഭയങ്കര ആ ശക്തിപ്രഭാവത്തെ കീഴടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദേവന്മാരെല്ലാവരും കൂടെ ശിവഭഗവാന്റെ അടുക്കൽ അപേക്ഷിക്കുകയാണ്, ഭഗവാനെ ഇത് അടക്കിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഉടനെ വീരഭദ്രസ്വാമിയെ വിട്ട് ശലഭത്തിനൊക്കെ ആയി വിട്ടു. പക്ഷെ 18 ദിവസം യുദ്ധം ചെയ്തിട്ടും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. ഭയങ്കര ആ നരസിംഹത്തിന്റെ കോപം അടക്കാൻ കഴിയാതെ വന്നപ്പോൾ ശിവഭഗവാൻ ഉടനെ തന്നെ കരാളഹസ്തയായ ഭയങ്കര പ്രചണ്ഡ രൂപിയ ഉഗ്രമൂർത്തിയായ പ്രത്യങ്കരാദേവിയെ വിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ശിവഭഗവാനിൽ നിന്നും വന്ന ഉഗ്രസ്വരൂപിണിയാണ് പ്രത്യങ്കരാദേവി. ആ പ്രത്യങ്കരാദേവിയെ പ്രാർത്ഥിച്ച നമുക്ക് വരുന്ന സമസ്ത ശത്രുദോഷങ്ങളും ഏത് വഴിക്ക് വന്ന സഹോദരങ്ങളാണെങ്കിലും സുഹൃത്തുക്കളിൽ നിന്നാണെങ്കിലും നമ്മളുടെ പ്രവർത്തന മണ്ഡപത്തിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ പൂർവികമായ പകയുടെ പേരിലാണെങ്കിലും ഒക്കെ വന്നു ചേരുന്ന എല്ലാ ശത്രുദോഷങ്ങളും തീർക്കുന്നതിന് അമ്മയെ പ്രാർത്ഥിച്ചാൽ മതി. എത്ര തീരാത്ത സാമ്പത്തിക പ്രതിസന്ധികളും തീർക്കുന്നതിനും അമ്മയെ പ്രാർത്ഥിക്കുക. കേരളത്തിൽ പ്രത്യങ്കരാദേവി ക്ഷേത്രം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തുള്ള ബ്രഹ്മപുരം പ്രത്യങ്കരാദേവി ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ ശാസ്തമംഗലം ജംഗ്ഷനിൽ തന്നെയാണ് ആ ദേവിയുടെ ഉഗ്രരൂപം കാണുമ്പോൾ തന്നെ അറിയാം. ആ വിഗ്രഹം കാണുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ശത്രുദോഷങ്ങളും അവിടെ തീരുന്നതാണ്. അവിടെ നാളികേരം ഉടച്ച് പ്രാർത്ഥനയൊക്കെ ചെയ്ത് ശത്രുദോഷത്തിനടുത്ത് അവിടെ ഗുരുതി പുഷ്പാഞ്ജലിയാണ്, അതൊക്കെ അവിടുത്തെ വഴിപാടുണ്ട്. അമാവാസി നാളിൽ പ്രത്യങ്കര ഹോമം തന്നെയുണ്ട്. അതുകൊണ്ട് എന്താണ്, മുളകില്ലേ, നമ്മുടെ ഉണക്കമുളക് ഹോമിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണ്. അത് അമാവാസി നാളിൽ മാത്രമേ ഉള്ളൂ. അതിശക്തമാണ് അത്. പിന്നെ വളരെ അത്യാവശ്യമായിട്ട് ബിസിനസ് ഇങ്ങനെ തകർച്ചയുടെ ശത്രുദോഷം കൊണ്ട് തകർച്ചയുടെ വക്കിലെത്തിയവരൊക്കെ ചെന്ന് അവിടെ ക്ഷേത്രത്തിൽ സമീപിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ച് പ്രത്യങ്കര ഹോമം നടത്തും. പക്ഷെ ശത്രുദോഷത്തിന് ആ ക്ഷേത്രത്തിലൊന്നും പോയാൽ എല്ലാ ദൃഷ്ടിദോഷങ്ങളും ശത്രുദോഷങ്ങളും മറ്റ് ദോഷങ്ങളെല്ലാം തീരും. ആ ദോഷങ്ങൾ അവിടെ 16 നാളികേരം ഉടയ്ക്കുള്ള ഒരു വലിയ വഴിപാടാണ്. അതൊക്കെ അവിടെ കൃത്യമായി പറഞ്ഞു തന്ന് ചെയ്യിക്കും. ഇതെല്ലാം ഈ ദോഷമൊക്കെ മായാൽ ഉടനെ അനുഗ്രഹം തരുന്നതിനെ തൊട്ടിപ്പുറത്ത് മഹാലക്ഷ്മിയുമുള്ള ക്ഷേത്രമാണ്. അപ്പൊ പ്രത്യങ്കര മഹാലക്ഷ്മി ക്ഷേത്രം എന്നാണ്. ബ്രഹ്മപുരം പ്രത്യങ്കര മഹാലക്ഷ്മി ക്ഷേത്രം. ശത്രുദോഷങ്ങളെല്ലാം തീർത്തു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വശത്ത് കാണുന്ന പ്രത്യങ്കര മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ അമ്പലത്തിലേക്ക് കൊണ്ട് വരുമ്പോൾ ആദ്യം മഹാലക്ഷ്മിയാണ്, പിന്നെയാണ് പ്രത്യങ്കര. പക്ഷെ കയറുന്നത് പ്രത്യങ്കരയുടെ നടയിൽ കൂടെയാണ്. പ്രത്യങ്കരാദേവിയെ കണ്ടു തൊഴുത് എല്ലാ ദോഷങ്ങളും തീർത്ത് മഹാലക്ഷ്മി എന്ന് പറയാൻ മഹാലക്ഷ്മി മാത്രമല്ല, അവിടെ വിഷ്ണു ഭഗവാനും ഗണപതിയൊക്കെ ഉണ്ട്. എല്ലാത്തരം പൂജകളും വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. കേരളത്തിലെ ഞാൻ അറിയപ്പെടുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും പ്രത്യങ്കരാദേവിക്ക് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. അല്ലെങ്കിൽ പ്രത്യങ്കരാദേവി എന്ന് പറയുന്ന ശത്രുദോഷവും ദൃഷ്ടിദോഷവും ഈ വ്യവഹാരങ്ങളിൽ വരുന്ന വൻ തകർച്ചയും ഒക്കെ മാറ്റുന്നതിനെ
പ്രത്യങ്കരാദേവിയെ പ്രാർത്ഥിച്ചാലും ആ അമ്മയുടെ നാമം ജപിച്ചാലും വളരെ നല്ലതാണ്. ഓം ഹ്രീം പ്രത്യങ്കരായ നമഃ എന്ന് പ്രാർത്ഥിച്ചാൽ പോലും വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന അമ്മയാണ്. തമിഴ്നാട്ടിൽ ഒരു വലിയ ക്ഷേത്രമുണ്ട്, പൊള്ളാച്ചിക്കടുത്ത് ചുങ്കം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചുങ്കത്തിനടുത്താണ് ഗോവിന്ദപുരം കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ചുങ്കത്തിറങ്ങ് കുറച്ച് പോയാൽ മതി മാശാണി അമ്മൻ കോവിൽ. അവിടെ അമ്മ കിടക്കുന്ന അമ്മയാണ്. പക്ഷെ അവിടെ മുളകരയ്ക്കൽ എന്നുള്ളൊരു വഴിപാടുണ്ട്. ശത്രുദോഷം കൊണ്ട്, കേസ് വഴക്കുകൾ കൊണ്ട്, കളവ് പോയാലൊക്കെ എല്ലാവരും ആശ്രയിക്കുന്ന അമ്മയാണ്. അവിടെ ചെന്ന് ഒരു 50 രൂപയുടെ മുളക് മേടിച്ച് ആദ്യം അമ്മയെ അവിടുത്തെ ദേവിയെ തൊഴണം, അശാണിയമ്മയെ തൊഴുത് നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ അമ്മയ്ക്ക് അഭിഷേകം കൊടുക്കാം, മാല ചാർത്താം, പുടവ ചാർത്താം, എന്തൊക്കെയോ അവനവന് പറ്റുന്നത്ര ശക്തിക്കൊത്ത വഴിപാടൊക്കെ കഴിച്ച് അവിടുത്തെ ഉപദേവതകളൊക്കെ തൊഴുത് വീരഭദ്രസ്വാമിയുണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്. അവിടെ അവിടുത്തെ പേരിലാണ്, തമിഴിൻ്റെ ആ പേരിലാണ് എല്ലാം എഴുതിയിരിക്കുന്ന സപ്തമാതാക്കളുണ്ട്. എല്ലാവരെയും തൊഴുതിന് ശേഷം നമ്മൾ ഈ മുളകരയ്ക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങിന് പോകും. ആ ചടങ്ങ് വേണ്ട ശത്രുദോഷമുള്ളവർ മാത്രമേ പോകാവുള്ളൂ. അതിൽ ആ വ്യക്തിയെ മാത്രമേ കയറ്റുകയുള്ളൂ. അതിന് പ്രത്യേക ചീട്ടെടുത്ത് പ്രത്യേക വൃദ്ധെടുത്ത് നമ്മൾ പോയി അവിടെ മുളക് ആട്ടുകല്ലിലിട്ടിട്ട് നമ്മൾ തന്നെയാണ് അരയ്ക്കുക. നമ്മുടെ ആവശ്യം പറഞ്ഞിട്ട്, അമ്മേ എനിക്ക് ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി വന്നുപോയി, എന്നെ ഒരാൾ ചതിച്ചതാണ്, എനിക്ക് എൻ്റെ സമയദോഷം കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ ഒരു ചതിയിൽ പെട്ടുപോയി, എന്നെ അമ്മ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ മുളക് അരയ്ക്കും. ഇനി നമുക്ക് ആളുടെ പേരൊന്നും അറിയില്ല, അമ്മയെ ഞാൻ ഇങ്ങനെ ഒരു ചതിയിൽപ്പെട്ട് എൻ്റെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കളവ് പോയി, അല്ലെങ്കിൽ എൻ്റെ എങ്ങനെ ഓരോരുത്തരും ഓരോരോ ആവശ്യങ്ങൾ. സ്ഥലത്തിന് തർക്കമാണത്, സ്ഥലത്തർക്കം ഒന്ന് തീർത്തു തരണം, കുടുംബത്തിന് പ്രശ്നമാണ്, ഭർത്താവുമായിട്ട് അഭിപ്രായ വ്യത്യാസമാണ്, അങ്ങനെ പല പല ആവശ്യങ്ങൾക്കായിട്ട് വന്ന് ഓരോരുത്തരും പ്രാർത്ഥിച്ച് മുളക് അരച്ചിട്ട് പോരും. മുളക് അരച്ച് നമ്മൾ തന്നെ ഒരു ബാണലിംഗം പോലെ പ്രത്യങ്കരാദേവിയുടെ ഒരു ശിലയാണുള്ളത്, അതിലേക്ക് ഈ മുളക് അരച്ചത് നമ്മൾ തന്നെയാണ് ഇങ്ങനെ പൊത്തുന്നത്. ഈ വാട്ടുകല്ലിൽ അരയ്ക്കുമ്പോൾ മുതൽ പ്രാർത്ഥിച്ച് ഇത് വാരി പൊത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ കൈകഴുകിയിട്ട് മിണ്ടാതെ, പിന്നെ എവിടെയും തൊഴാനൊന്നും പാടില്ല, നേരെ പുറത്തേക്ക് ഇറങ്ങി വരും. 3 മാസത്തിനുള്ളിൽ നമ്മളുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ അമ്മ സാധിച്ച് തന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഈ അമ്മയെ ഈ ക്ഷേത്രത്തിൽ സന്ദർശിച്ചിട്ട് ഈ ദേവിയെ പ്രത്യങ്കരാദേവിയെ ആശ്രയിച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ശത്രുദോഷം കൊണ്ട് വലയുന്നവർ, ഇങ്ങനെ ഓരോരുത്തരുടെ ചതിയിൽപ്പെട്ടവർ, അതുപോലെ തന്നെ കേസിൽപ്പെട്ടവരൊക്കെ തീർച്ചയായിട്ടും പ്രത്യങ്കരാദേവിയെ പ്രാർത്ഥിക്കുന്നതും എല്ലാ ശത്രുദോഷങ്ങളും മാറ്റുന്നതും നല്ലതാണ്. ശത്രുവിൻ്റെ പേര് നമ്മൾ പറയണ്ട, അത് അമ്മ തന്നെ കണ്ടെത്തിക്കോളൂ. കാരണം അല്ലെങ്കിൽ നമുക്കത് തിരിച്ചടിക്കും. വെറുതെ ചെന്നിട്ടൊന്നും പരീക്ഷിക്കാനായിട്ട് ആരും ഈ വഴിപാടൊന്നും ചെയ്യരുത്. അത്യുഗ്രരൂപിണിയാണ്, അറിയാലോ. ഭയങ്കര ഉഗ്രരൂപിയായ നരസിംഹത്തിൻ്റെ കോപം അടക്കാൻ ശിവഭഗവാൻ പറഞ്ഞയച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വെറുതെ പരീക്ഷിച്ച് നോക്കാം, ഇവരെനിക്ക് ശത്രുദോഷം ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിച്ചിട്ടൊക്കെ പോയി മുളകൊന്നും അരയ്ക്കരുത്. അവിടെ അവർ പ്രത്യേകം പറയും, നമ്മൾ മനസ്സ് സത്യമുണ്ടെങ്കിൽ തീർച്ചയായും വിജയിച്ചിരിക്കും. നമ്മുടെ ഭാഗത്താണ് സത്യമെങ്കിൽ തീർച്ചയായും വിജയമുണ്ടാകും. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ബ്രഹ്മപുര ശാസ്ത്രമംഗലത്തെ പ്രത്യങ്കരാദേവി ക്ഷേത്രത്തിൽ നമുക്ക് അർഹതപ്പെട്ട ജോലി കിട്ടാതെ വരുമ്പോൾ, അത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴൊക്കെ ഒരുപാട് വിഷമങ്ങളുമായി പലരും അവിടെ പോയിട്ടുണ്ട്. അവർക്കൊക്കെ അമ്മയുടെ അനുഗ്രഹം, പ്രത്യങ്കരാദേവിക്ക് പിന്നെ അമാവാസി നാളിലെ ഹോമം നടത്തിയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ നാളികേരം ഉടച്ച് പ്രാർത്ഥിച്ചിട്ടുമൊക്കെ അവിടെയെല്ലാം ചിട്ടയോടെ വളരെ കൃത്യമായി പറഞ്ഞു നിന്ന് ചെയ്യിക്കും അവിടുത്തെ ആചാര്യൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും വിഷമം ഉള്ളവർ അവിടെ പോകാം, അല്ലെങ്കിൽ മാശാണി അമ്മയിൽ പോകാം. പ്രത്യങ്കരാദേവി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ വേറെയുമുണ്ട്. എന്തായാലും ചിദംബരനാഥൻ്റെ അടുത്തുള്ള തിലകള്ളി എന്ന് പറയുന്നത്, അവിടെയാണേലും പോകാം. അപ്പം എന്തായാലും തീർച്ചയായിട്ടും ശത്രുദോഷങ്ങൾ മാറാൻ, എല്ലാ കഷ്ടതകളും മാറി ഐശ്വര്യമുണ്ടാവാൻ പ്രത്യങ്കരാദേവിയെ പ്രാർത്ഥിക്കും. ഓം ഹ്രീം പ്രത്യങ്കരായേ നമഃ. അതിൻ്റെ തൊട്ട് തന്നെ അമ്മയുള്ളതുകൊണ്ട് മഹാലക്ഷ്മിയെ കൂടി വിളിക്കുന്നു. മഹാലക്ഷ്മി ദേവി, എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.